ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ സലൂണിൽ പോവുകയും നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ബാക്കിയുള്ളതിലൂടെ എത്തിക്കുക എന്നുള്ളത് അത്ര ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ നമ്മൾ അത് കുറേ യൂസ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിന് യൂസ് ചെയ്ത സമയത്ത് ഒരു നല്ല റിവ്യൂസ് തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇസ ഹെർബ്സിന്റെ ഒരു ഫേഷ്യൽ കിറ്റാണ് നമുക്കുള്ളത്. അത് ഏത് ഫ്ലേവറാന്ന് വെച്ചാൽ അതിൽ കുറെ ഓറഞ്ച് ഉണ്ട്, പേൾ ഉണ്ട്, വൈറ്റനിങ് ഉണ്ട്, അങ്ങനെ കുറെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓറഞ്ച് ഒക്കെ നമുക്ക് എവിടെ പോയാലും എല്ലാ ബ്രാൻഡും ഉണ്ട്. പക്ഷേ അതിനേക്കാളും വേറിട്ട് നിൽക്കുന്നൊരു ഫേഷ്യൽ പ്രൊഡക്റ്റാണ് ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് പ്രൊഡക്റ്റ്. ഇത് ഇസ ഹെർബ്സിന്റെ മാംഗോ ഫേഷ്യൽ കിറ്റാണ്. കണ്ടില്ലേ, ഇതാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ വന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്, ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ്. ഇതിൽ 0% ബ്ലീച്ച് ഓഫ് കെമിക്കലാണുള്ളത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡാർക്ക് സ്പോട്ടും പിമ്പിൾസ് ഒക്കെ ഒഴിവാൻ ചാൻസ് കൂടുതലാണ്. എല്ലാ സ്കിന്നുകാർക്കും പറ്റും, ഓൾ ടൈപ്പ് സ്കിന്നുകാർക്ക് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കസ്റ്റമർ 100% ഹാപ്പിയാണ്. കസ്റ്റമർ ഹാപ്പി ആവുന്ന കൂടി നമ്മൾ ഹാപ്പി ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് റിവ്യൂസ്, a lot of customers, a lot of good reviews, a lot of positivity to more. That's it. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അത്രയും ഹാപ്പിയാണ്, നമ്മുടെ കസ്റ്റമർ ഹാപ്പി ആവുന്നതനുസരിച്ച് നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കാം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ 299 നമ്മൾ ഈ സർവീസ് അവൈലബിൾ ആണ്. ഫേഷ്യൽ ചെയ്തതിന് ശേഷം നമുക്ക് റിവ്യൂ തന്നാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കാം. അപ്പോൾ